വോട്ട് കൊള്ളയ്ക്കെതിരെ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ചരിത്രപരമാവുകയാണ്. വന്നെത്തിയ മുഴുവൻ ആളുകൾക്കും മൈതാനം തിങ്ങി നിറഞ്ഞിട്ട് പ്രവേശിക്കുവാൻ കഴിയാതെ വളരെ നേരത്തെ തന്നെ ഗേറ്റ് അടയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിജയമായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാമല്ലോ. അവിടെ വെച്ച് രാഹുൽ ഗാന്ധി അവിടെ തിങ്ങിക്കൂടിയ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തു. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അധികാരത്തിൽ നിന്ന് ഇറക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു എന്ന്. അതുപോലെ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശം കവർന്നെടുത്ത് മോദിയുടെ ചൂട്ടിൽ അടിയറ വെച്ചു കൊടുത്ത മോദിയുടെ സെലക്ഷൻ കമ്മീഷനെ എവിടെ പോയി ഒളിച്ചാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വാക്ക് നൽകി. ജനങ്ങളെ ആവേശഭരിതരാക്കിയ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇതാ. अभी जब मैं गाड़ी में आ रहा था तो गाड़ी में मुझे बताया कि अंडमान निकोबार में मोहन भागवत ने एक बयान दिया. मेरा भाषण का प्लान दूसरा था, मगर जब मैंने उनका बयान सुना तो मैंने अपना पूरा प्लान बदल दिया. भाषण का प्लान. ഞാൻ വണ്ടിയിൽ ഇവിടേക്ക് വരുമ്പോൾ വാഹനത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു, മോഹൻ ഭാഗവത് ആൻഡമാനിൽ ഒരു പ്രസംഗം നടത്തി എന്ന്. ഞാൻ പ്രസംഗിക്കാൻ ഇരുന്ന കാര്യം വേറെ ആയിരുന്നു. എന്നാൽ മോഹൻ ഭാഗവത്തിന്റെ പ്രസംഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളുടെ പ്ലാൻ പൂർണ്ണമായി മാറ്റി. गांधी जी कहते थे कि सत्य सबसे जरूरी चीज है. हमारे धर्म में सत्य को सबसे जरूरी माना जाता है. आपने सुना होगा सत्यम शिवम सुंदरम, सुना है? हमारे धर्म में कहा जाता है सत्यम शिवम सुंदरम. आपने सत्यमेव जयते भी सुना होगा, सुना है? अरे भाई कांग्रेस के कार्यकर्ता हो, सुना है? ഗാന്ധിജി പറഞ്ഞത് സത്യം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണെന്നാണ്. നമ്മുടെ മതങ്ങളിൽ സത്യത്തെ ഏറ്റവും അത്യാവശ്യമായ കാര്യമായാണ് പരിഗണിക്കുന്നത്. നിങ്ങൾ സത്യം ശിവം സുന്ദരം എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ മതത്തിൽ പറയുന്നു സത്യം ശിവം സുന്ദരം എന്ന്. നിങ്ങൾ സത്യമേവ ജയതേ എന്നും കേട്ടിട്ടില്ലേ? അല്ലയോ സഹോദരന്മാരെ, നിങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. നിങ്ങൾ അത് കേട്ടിട്ടില്ലേ? ഉണ്ട് എന്ന് ജനങ്ങൾ ഉച്ചത്തിൽ മറുപടി പറയുന്നു. अब मोहन भागवत का बयान सुनिए. विश्व सत्य को नहीं शक्ति को देखता है. जिसके पास शक्ति है उसे माना जाता है. यह मोहन भागवत की सोच है. यह विचारधारा आरएसएस की है. हमारी विचारधारा, हिंदुस्तान की विचारधारा, हिंदू धर्म की विचारधारा, दुनिया के हर धर्म की विचारधारा कहती है कि सत्य सबसे जरूरी है. और भगवत कहता है सत्य का कोई मतलब नहीं है, सत्ता जरूरी है. മോഹൻ ഭാഗവത് പറഞ്ഞത് എന്തെന്നോ, ലോകം സത്യത്തെയല്ല ശക്തിയെയാണ് കാണുന്നത്. ആർക്കാണ് ശക്തിയുള്ളത് അവരെ അംഗീകരിക്കും. ഇതാണ് മോഹൻ ഭാഗവത്തിന്റെ ചിന്താഗതി. ഇത് RSSന്റെ പ്രത്യയശാസ്ത്രമാണ്. നമ്മുടെ പ്രത്യയശാസ്ത്രം, ഇന്ത്യയുടെ പ്രത്യയശാസ്ത്രം, ഹിന്ദുമതത്തിന്റെ പ്രത്യയശാസ്ത്രം, ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും പ്രത്യയശാസ്ത്രം പറയുന്നത് സത്യമാണ് ഏറ്റവും അത്യാവശ്യമായത് എന്നാണ്. എന്നാൽ മോഹൻ ഭാഗവത് പറയുന്നു സത്യത്തിന് യാതൊരു അർത്ഥവുമില്ല, അധികാരമാണ് ആവശ്യമെന്ന്. इस बात की लड़ाई हो रही है हिंदुस्तान में. भाई और बहनों, सत्य और असत्य के बीच में लड़ाई हो रही है. और मैं आपको इस स्टेज से गारंटी देके कहता हूं, आप देखना, हम सत्य को लेकर, सत्य के पीछे खड़े होकर नरेंद्र मोदी और अमित शाह को, आरएसएस की सरकार को हिंदुस्तान से हटाएंगे. ഈ കാര്യത്തിന്റെ സംഘർഷമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. സഹോദരി സഹോദരന്മാരെ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും പോരാട്ടമാണ് നടക്കുന്നത്. ഞാൻ ഈ സ്റ്റേജിൽ നിങ്ങളോട് ഗ്യാരണ്ടിയായി പറയുകയാണ്, നിങ്ങൾ കേട്ടുകൊള്ളൂ. ഞങ്ങൾ സത്യത്തിന് ഒപ്പം നിന്ന്, സത്യത്തിന് പിന്നിൽ നിന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സർക്കാരിനെ, RSSന്റെ സർക്കാരിനെ ഇന്ത്യയിൽ നിന്ന് തുരത്തി ഓടിക്കും. उनके पास सत्ता है, वो वोट चोरी करते हैं. देखिए आपके सामने पड़ा है, वो वोट चोरी करते हैं. 10,000 रुपए चुनाव के समय, चुनाव हो रहा है, 10,000 रुपए वो देते हैं. उनके इलेक्शन कमिश्नर हैं जिनके नाम अभी प्रियंका जी ने लिए, मैं भी ले लेता हूं. ज्ञानेश कुमार, डॉक्टर सुखबीर सिंह सांधू, डॉक्टर विवेक जोशी. याद रखिए
ज्ञानेश कुमार, सुखबीर सिंह सांधू, विवेक जोशी। അവരുടെ കയ്യിൽ അധികാരമുണ്ട്. അവർ വോട്ടുകൊള്ള നടത്തി. നോക്കൂ, നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അവർ വോട്ടുകൊള്ള നടത്തുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ 10,000 രൂപ വെച്ച് നൽകുന്നു. അവരുടെ ഇലക്ഷൻ കമ്മീഷണർ, അവരുടെ പേര് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു, ഞാനും പറയാം, ജ്ഞാനേഷ് കുമാർ, സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി. ഓർമ്മയിൽ വെച്ചുകൊള്ളൂ, ജ്ഞാനേഷ് കുമാർ, सुखबीर सिंह संधू, विवेक जोशी। ये जो सत्य और असत्य की लड़ाई हो रही है, इलेक्शन कमीशन बीजेपी के सरकार के साथ मिलकर काम कर रहा है और इनको जितनी भी इम्यूनिटी देनी है दे दो। नरेंद्र मोदी जी ने इलेक्शन कमिश्नर्स के लिए कानून बदला, नया कानून लाए, कहा कि इलेक्शन कमिश्नर कुछ भी करे उन पर एक्शन नहीं लिया जा सकता है, उन पर कार्रवाई नहीं ली जा सकती है। मैं स्टेज से आपको कह रहा हूं, कांग्रेस पार्टी आपको कह रही है, आप मत भूलिए, आप हिंदुस्तान के इलेक्शन कमिश्नर हो, आप नरेंद्र मोदी के इलेक्शन कमिश्नर नहीं हो। ഈ സത്യത്തിന്റെയും അസത്യത്തിന്റെയും പോരാട്ടമുണ്ടല്ലോ, ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ BJP സർക്കാരുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് എത്ര വേണമെങ്കിലും സംരക്ഷണം വേണമെങ്കിൽ നൽകിക്കൊള്ളൂ. നരേന്ദ്രമോദി ഇലക്ഷൻ കമ്മീഷണർമാർക്ക് വേണ്ടി നിയമം മാറ്റി, പുതിയ നിയമം കൊണ്ടുവന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അവർക്കെതിരെ നടപടിയെടുക്കാൻ ആവില്ല എന്നാണ്. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ്, കോൺഗ്രസ് പാർട്ടി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ ആണ്, നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ കമ്മീഷണർ അല്ല. और हम आपको साफ कह रहे हैं, ये जो कानून बना है, आपकी रक्षा करने के लिए कानून बना है, इस कानून को हम बदलेंगे, रेट्रोएक्टिवली बदलेंगे और आपके खिलाफ एक्शन लेंगे, क्योंकि हम सच्चाई की लड़ाई लड़ रहे हैं और आप असत्य के साथ खड़े हो। ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, ഈ നിർമ്മിച്ച നിയമം, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ നിയമം ഞങ്ങൾ മാറ്റും, മുൻകാല പ്രാബല്യത്തോടെ മാറ്റും. അങ്ങനെ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും. കാരണം ഞങ്ങൾ സത്യത്തിന്റെ പോരാട്ടമാണ് നടത്തുന്നത്, എന്നാൽ നിങ്ങൾ असत्यത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. भाइयों और बहनों, हरियाणा से यहां लोग आए हैं, हाथ दिखाइए, ये देखिए हरियाणा से आए हैं, इनके हाथों से चुनाव चोरी किया गया है। ब्राजील की महिला 22 बार हरियाणा की वोटिंग लिस्ट में दिखाई देती है। एक पोलिंग बूथ में एक महिला 200 बार आती है। बीजेपी के नेता यूपी से आकर हरियाणा में वोट करते हैं, उधर भी उनका वोट है, इधर भी उनका वोट है, लाखों डुप्लीकेट वोटर हैं। സഹോദരി സഹോദരന്മാരെ, ഹരിയാനയിൽ നിന്ന് ഇവിടെ ആളുകൾ വന്നു, നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കൊള്ളയടിച്ചു. ബ്രസീലിൽ നിന്നുള്ള ഒരു സ്ത്രീ ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ 22 പ്രാവശ്യം കാണപ്പെട്ടു. ഒരു പോളിംഗ് ബൂത്തിൽ ഒരു സ്ത്രീയുടെ പേര് 200 പ്രാവശ്യം കാണുന്നു. BJP നേതാക്കൾ യുപിയിൽ നിന്ന് വന്ന് ഹരിയാനയിൽ വോട്ട് ചെയ്യുന്നു. അവിടെയും അവർക്ക് വോട്ടുണ്ട്, ഇവിടെയും അവർക്ക് വോട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ട്. मैंने प्रेस कॉन्फ्रेंस किया और ये जो 3 शख्स हैं, ज्ञानेश कुमार, सुखबीर सिंह सांधू, विवेक जोशी, इन्होंने कोई जवाब नहीं दिया। हमने एलिगेशन किया, हमने उनसे सवाल पूछा, आप हमें समझाइए, ब्राजील की महिला कैसे वोटर लिस्ट पे, एक महिला 200 बार क्यों आती है, एक घर में 500, 600, 700 वोटर क्यों मिलते हैं, उत्तर प्रदेश से बीजेपी के नेता हरियाणा में वोट क्यों डालते हैं, कोई जवाब नहीं मिला। ഞാൻ ഇതേക്കുറിച്ച് പ്രസ് കോൺഫറൻസ് നടത്തി. എന്നാൽ ജ്ഞാനേഷ് കുമാർ, സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർ യാതൊരു മറുപടിയും നൽകിയില്ല. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു, ഞങ്ങൾ അവരോട് ചോദ്യം ചോദിച്ചു, ഞങ്ങൾക്ക് മനസ്സിലാക്കി തരൂ, ബ്രസീലിൽ നിന്നുള്ള സ്ത്രീ എങ്ങനെയാണ് ഹരിയാനയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നത്, ഒരു സ്ത്രീയുടെ പേര് 200 പ്രാവശ്യം വരുന്നത് എങ്ങനെയാണ്, ഒരു വീട്ടിൽ 500, 600, 800 വോട്ടുകൾ ചേർത്തിരിക്കുന്നു. ഉത്തർപ്രദേശിലെ BJP നേതാവ് ഹരിയാനയിൽ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? എന്നാൽ യാതൊരു മറുപടിയും നൽകിയില്ല. और पार्लियामेंट हाउस में कुछ दिन पहले कांपते हुए ऐसे हाथ कांप रहे थे, अमित शाह जी उनकी सफाई देते हैं, आपने देखा होगा, देखा, मैंने उनको सीधा चैलेंज किया कि आइए पार्लियामेंट में, आपने मेरी प्रेस कॉन्फ्रेंस की बात की, आइए डिबेट करते हैं, देश को दिखाते हैं सच कौन बोल रहा है। ये आप भूलिए मत, ये देश सच का देश है, सत्य का देश है। आपके पास सत्ता आज है,
आप पावर में है इसका कोई मतलब नहीं है। देश की जनता सत्य को समझती है, सत्य के लिए लड़ती है। ये देश सत्य के लिए जान दिया है। അതുപോലെ പാർലമെന്റിൽ കുറച്ചു ദിവസം മുൻപ് വിറച്ചുകൊണ്ട്, കൈകൾ ഇങ്ങനെ വിറച്ചുകൊണ്ട് അമിത്ഷാ അതിന് മറുപടി പറഞ്ഞു. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ഞാൻ അയാൾക്ക് നേരിട്ട് വെല്ലുവിളി കൊടുത്തു. പാർലമെന്റിൽ ഞാൻ നടത്തിയ പ്രസ് കോൺഫറൻസിനെ കുറിച്ച് ഡിബേറ്റ് നടത്തൂ. അങ്ങനെ ജനം കാണട്ടെ സത്യം ആരാണ് പറയുന്നത് എന്ന്. നിങ്ങൾ ഇത് മറക്കരുത്. ഈ രാജ്യം സത്യത്തിന്റെ രാജ്യമാണ്. ഇന്ന് നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, നിങ്ങൾ അധികാരത്തിലാണ്. എന്നാൽ അതിന് യാതൊരു അർത്ഥവുമില്ല. രാജ്യത്തെ ജനങ്ങൾ സത്യം മനസ്സിലാക്കും, സത്യത്തിനു വേണ്ടി പോരാടും. ഈ രാജ്യം സത്യത്തിനു വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ളതാണ്. आपने देखा अमित शाह को, हाथ देखा अमित शाह का, हाथ देखा कांपते हुए ऐसे देखा। क्यों हाथ क्यों कांप रहा था मैं बताता हूं। क्योंकि ये बहादुर जब ही है जब इनके हाथ में सत्ता है। जैसे ही इनके साथ से सत्ता निकलेगी, आप देखना इनकी बहादुरी कहां जाएगी। നിങ്ങൾ അമിത്ഷായുടെ പ്രസംഗം കണ്ടിരുന്നോ? അയാളുടെ കൈകൾ ശ്രദ്ധിച്ചിരുന്നോ? ഇതുപോലെ വിറയ്ക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് കൈവിറച്ചത് എന്ന് ഞാൻ പറയാം. ഇവരുടെ കയ്യിൽ അധികാരമുള്ളപ്പോൾ ഇവർ വലിയ വീരശൂരന്മാരാണ്. ഇവരുടെ കയ്യിൽ നിന്ന് അധികാരം പോകുമ്പോൾ ഇവരുടെ വീരശൂര പരാക്രമം എവിടെ പോകുമെന്ന് നിങ്ങൾ കണ്ടുകൊള്ളൂ. भाइयों और बहनों, ये 2-3 अरबपतियों के लिए काम करते हैं। ये जो सारे के सारे कागज के ढेर हैं, ये जो सिग्नेचर्स हैं, ये कहां से आए? ये देश की जनता से आए। देश के कोने कोने में नारा चला है, वोट चोर, वोट चोर। तो ये देश की सच्चाई है। ये 6 साल का बच्चा, 90 साल का बुजुर्ग, ये सब जानते हैं कि नरेंद्र मोदी, अमित शाह वोट चोरी करके चुनाव जीतते हैं। സഹോദരി സഹോദരന്മാരെ, ഇവർ 2-3 കോടീശ്വരന്മാർക്ക് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ കടലാസ് കെട്ടുകൾ ഉണ്ടല്ലോ, ഇതെല്ലാം ജനങ്ങളുടെ ഒപ്പാണ്. ഇത് രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് വന്നതാണ്. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും വോട്ട് ചോർ ഗദ്ദി ചോർ എന്ന മുദ്രാവാക്യം മുഴങ്ങി. ഇതാണ് രാജ്യത്തെ സത്യം. 6 വയസ്സുള്ള കൊച്ചുകുട്ടികൾക്ക് മുതൽ 90 വയസ്സുള്ള വൃദ്ധന്മാർക്ക് വരെ അറിയാം, നരേന്ദ്രമോദിയും അമിത്ഷായും വോട്ടുകൊള്ള നടത്തി മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നത് എന്ന്. कर्नाटक में हमने दिखाया लोकसभाएं चोरी की गई, महाराष्ट्र में दिखाया वोटर डिलीशन हुआ, वोटर एडिशन हुआ, लाखों वोट इधर से गायब हो जाते हैं, महाराष्ट्र में लाखों वोट ऐड हो जाते हैं। हम इलेक्शन कमीशन से पूछते हैं, कोई जवाब नहीं मिलता। मगर शायद टाइम लगे, देखिए शायद टाइम लगे, मगर हिंदुस्तान में सत्य की जीत होने वाली है। കർണാടകത്തിൽ ഞങ്ങൾ കാണിച്ചു ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ കൊള്ളയടിച്ചത്. മഹാരാഷ്ട്രയിൽ കാണിച്ചു തന്നു വോട്ടുകൾ നീക്കം ചെയ്ത് വോട്ടുകൾ കൂട്ടിച്ചേർത്ത് ലക്ഷക്കണക്കിന് വോട്ടുകൾ അപ്രത്യക്ഷമാവുന്നത്. മഹാരാഷ്ട്രയിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു, എന്നാൽ യാതൊരു മറുപടിയും ലഭിച്ചില്ല. എന്നാൽ കുറച്ച് സമയം എടുത്തേക്കാം. എന്നാൽ നോക്കൂ, എത്ര സമയമെടുത്താലും ഇന്ത്യയിൽ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. अमित शाह जी, मोदी जी, जितने भी आपको भाषण देने हैं आप दे दीजिए। अंत में इस देश में सत्य की जीत होती है। महात्मा गांधी ने हमें रास्ता दिखाया था, उस रास्ते पर हम चलते हैं और सत्य से आपको निकालेंगे। नफरत से नहीं, हिंसा से नहीं, सत्य और अहिंसा के साथ हम नरेंद्र मोदी और अमित शाह को हरा के दिखाएंगे। അമിത്ഷാ, മോദി, നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രസംഗം നടത്തിക്കൊള്ളൂ. അവസാനം ഈ രാജ്യത്ത് സത്യത്തിന് വിജയമുണ്ടാവും. മഹാത്മാഗാന്ധി നമുക്ക് വഴി കാണിച്ചു തന്നു. ആ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് സത്യം കൊണ്ട് നിങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കും. വിദ്വേഷം കൊണ്ടല്ല, കൊലപാതകം കൊണ്ടല്ല, സത്യവും അഹിംസയും കൊണ്ട് ഞങ്ങൾ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പരാജയപ്പെടുത്തി കാണിച്ചു തരും. देखिए, आपने देखा होगा, मैंने अमित शाह की बात की, मगर आप मोदी जी का चेहरा देखिए, अच्छी तरह देखिए। जो मेरी बहन ने कहा, मोदी जी की कॉन्फिडेंस खत्म हो गई है। आपने देखा, वो भी जानते हैं कि हमारी वोट चोरी पकड़ी गई है और अब बस थोड़ा सा समय बचा है, थोड़ा सा समय बचा है, पूरे देश को हमारी सच्चाई पता लग जाएगी। നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ഞാൻ അമിത്ഷായുടെ കാര്യം പറഞ്ഞു. എന്നാൽ നിങ്ങൾ മോദിയുടെ മുഖം ശ്രദ്ധിച്ചോ? നല്ലതുപോലെ നോക്കിക്കൊള്ളൂ. എന്റെ സഹോദരി പറഞ്ഞതുപോലെ മോദിയുടെ ആത്മവിശ്വാസമെല്ലാം ചോർന്നു പോയിരിക്കുന്നു. നിങ്ങൾ കണ്ടതല്ലേ?
അവർക്കും അറിയാം അവരുടെ വോട്ടുകൊള്ള പിടിക്കപ്പെട്ടു എന്ന്. ഇനി അല്പം സമയം മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ച് നാളുകൾക്കുള്ളിൽ രാജ്യം മുഴുവനുമുള്ള ജനങ്ങൾക്ക് ഞങ്ങളുടെ സത്യസന്ധത മനസ്സിലാവും. भाई और बहनों, ये वोट चोरी सिर्फ वोट की चोरी नहीं है. सबसे पहले ये इस संविधान पर, अंबेडकर जी के संविधान पर आक्रमण है. इस संविधान में लिखा है एक व्यक्ति को एक वोट मिलना चाहिए. तो सबसे पहले वोट चोरी अंबेडकर जी के संविधान पर आक्रमण है. और वोट चोरी करके ये सरकार चलाते हैं. സഹോദരി സഹോദരന്മാരെ, ഈ വോട്ടുകൊള്ള വെറും വോട്ടുകളുടെ മോഷണമല്ല. ആദ്യമായി ഇത് അംബേദ്കറുടെ ഈ ഭരണഘടനയുടെ മേലുള്ള ആക്രമണമാണ്. ഈ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട് ഒരാൾക്ക് ഒരു വോട്ട് ലഭിക്കണമെന്ന്. അങ്ങനെ ഏറ്റവും ആദ്യം വോട്ടുകൊള്ള അംബേദ്കറുടെ ഭരണഘടനയ്ക്ക് മേലുള്ള ആക്രമണമാണ്. വോട്ടുകൊള്ള നടത്തിയാണ് ഇവർ അധികാരത്തിൽ ഇരിക്കുന്നത്. छोटे व्यापारियों को इन्होंने खत्म किया, गलत जीएसटी लागू की, नोटबंदी की, बेरोजगारी, ये पोल्यूशन देखिए, ये सारा का सारा इसीलिए हो रहा है क्योंकि ये वोट चोरी कर रहे हैं. क्योंकि अगर ये वोट चोरी नहीं करते तो आप इनको 5 मिनट में सरकार से निकाल देते. ये सच्चाई है. ചെറുകിട വ്യാപാരികളെ ഇവർ തീർത്തു കളഞ്ഞു. തെറ്റായ GST കൊണ്ട്, നോട്ട് നിരോധനം കൊണ്ട്, തൊഴിലില്ലായ്മ, വായുമലിനീകരണം. നോക്കിക്കേ, ഇതെല്ലാം സംഭവിക്കുന്നതിന് കാരണം ഇവർ വോട്ടുകൊള്ള നടത്തുന്നതിനാലാണ്. കാരണം ഇവർ വോട്ടുകൊള്ള നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഇവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും. ഇതാണ് സത്യം. इस देश में 2 विचारधाराओं की लड़ाई है. एक आरएसएस की विचारधारा जो मोहन भगवत जी ने कहा, जो सत्य के खिलाफ है और सत्ता के लिए कुछ भी कर सकती है. और दूसरी हमारी विचारधारा, आपकी डीएनए, आपके खून की विचारधारा, सत्य की विचारधारा, अहिंसा की विचारधारा. ഈ രാജ്യത്ത് 2 പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടമാണ് നടക്കുന്നത്. ഒന്ന് RSSന്റെ പ്രത്യയശാസ്ത്രം, മോഹൻ ഭാഗവത് പറഞ്ഞതുപോലെ സത്യത്തിനെതിരെയുള്ളത്, അതുപോലെ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്നത്. രണ്ടാമത്തേത് നമ്മുടെ പ്രത്യയശാസ്ത്രം, നിങ്ങളുടെ DNA-യിലുള്ള, രക്തത്തിലുള്ള പ്രത്യയശാസ്ത്രം, സത്യത്തിന്റെയും അഹിംസയുടെയും പ്രത്യയശാസ്ത്രം. और आप बिना डरे, धूप में, आंधी में, तूफान में, बारिश में आप कांग्रेस पार्टी की विचारधारा के लिए लड़ते हो. जैसे आपके डीएनए में सत्य है, वैसे उनके डीएनए में असत्य और वोट चोरी है. നിങ്ങൾ കൊടുംചൂടിലും കൊടുങ്കാറ്റിലും പേമാരിയിലും ചുഴലിക്കാറ്റിലും അല്പം പോലും ഭയാശങ്കയില്ലാതെ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി പോരാടുന്നു. നിങ്ങളുടെ DNA-യിൽ സത്യമുള്ളപ്പോൾ അവരുടെ DNA-യിൽ അസത്യവും അധികാര കവർച്ചയും ആണ് ഉള്ളത്. भाई और बहनों, आप घबराओ मत, आप घबराओ मत. अंत में इस देश में सत्य की जीत होगी और सत्य से हम नरेंद्र मोदी और अमित शाह और आरएसएस की सरकार को हटाएंगे. आप सबका दिल से धन्यवाद. नमस्कार, जय हिंद. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. അവസാനം ഈ രാജ്യത്ത് സത്യത്തിന് വിജയം ഉണ്ടാകും. അതുപോലെ സത്യമാർഗത്തിലൂടെ നമ്മൾ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും RSSനെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.